എറണാകുളം ജില്ലയിൽ പിറവത്ത് മൂവാറ്റുപുഴ ആറ്റിൽ ജീവനൊടുക്കിയ ഒരു കുടുംബം, 4 പേരടങ്ങുന്ന കുടുംബം. അതാരുടെയും കണ്ണലയിപ്പിക്കുന്ന കാഴ്ചയാണ്. അവരുടെ ആ സാഹചര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് വളരെ സങ്കടം വരും. നമ്മുടെ നാരായണൻ എന്ന് പറയുന്ന 51കാരൻ കൂലിവേലക്കാരനാണ്. അയാളും അയാളുടെ ഭാര്യ വിജി എന്ന് പറയുന്ന കാഴ്ച പരിമിതി എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണ് കാണുന്നില്ല. അവരും അതുപോലെ തന്നെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ, അതായത് 3 വയസ്സോളമുള്ള ഒരു ആൺകുട്ടിയും 7 വയസ്സുള്ള ഹന്നമോൾ എന്ന പെൺകുട്ടിയും അടങ്ങുന്ന ആ കുടുംബം ഒന്നോടുകൂടി ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യ ചെയ്തത് അവർക്കൊന്നാമത് താമസിക്കാൻ സ്ഥലമില്ല, കഴിക്കാൻ ആഹാരമില്ല, അവർ പട്ടിണിയായിരുന്നു. കാരണം ഈ കാഴ്ച പരിമിതിയുള്ള ഈ സ്ത്രീയെ കൊണ്ട് വേണം അയാളെ താമസിക്കാൻ. അയാൾക്ക് വല്ലപ്പോഴും കിട്ടുന്ന ജോലിക്കൂലിയാണ് ആ കുടുംബം തട്ടിമുട്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞു പോയത്. അയാൾ ഈ കോതമംഗലത്ത് ചെറുവട്ടൂർ ലക്ഷം വീട് കോളനിയിൽ, ലക്ഷം വീട് ഉന്നതിയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. അയാൾ നേരത്തെ പാലക്കാട്ടുകാരനാണ്. അവിടെയും ഒരു ലക്ഷം വീട് കോളനിയിലുള്ളതാണ് അയാൾ വന്നു. ഈ ഭാര്യ പുറവത്ത് പായിപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്, മൂവാറ്റുപുഴ പായിപ്രയിലാണ്. അവിടെ പായിപ്ര മാനാറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിജിമോളുടെ വീട്. അപ്പോൾ വിജിമോളെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ കോതമംഗലത്ത് ഇതുപോലൊരു ലക്ഷം വീട് കോളനിയിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നു. അതപ്പോൾ നമുക്കറിയാമല്ലോ ലക്ഷം വീടെന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ അവസാനം വാടക കൊടുക്കാൻ മാർഗമില്ലാതെ വന്ന് വാടക കുടിച്ചു വന്നപ്പോൾ അവർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇവർ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അവർ നല്ല മനുഷ്യരാണ് ആ പോലീസുകാർ കേട്ടോ. കാര്യം അവർ ആ SHOയും മറ്റ് പോലീസുകാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഇവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്തു എല്ലാവർക്കും. അതുകൂടാതെ ഒരു വാടക വീട് അവർ സംഘടിപ്പിച്ചു നെല്ലിക്കുഴിയിൽ. അതും പണം മുടക്കിയത് അവരാണ്. ആ വാടക വീട്ടിലേക്ക് മാറാനിരുന്ന ദിവസമാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മക്കളെയും കൂട്ടി ഈ കാഴ്ച ഇല്ലാത്ത വിജയുടെയും കൈപിടിച്ച് ഈ നാരായണന് പിറവത്തെത്തി. പിറവത്ത് ഒരു ഐശ്വര്യ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് കയറി അവർ ആഹാരം കഴിച്ചു. കുറേ നാൾ കൂടി ആദ്യമായിട്ടായിരിക്കും നല്ല ആഹാരം കഴിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. നാരായണൻ ആ ആൺകുട്ടിയെ എടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ കൈക്ക് ഹന്നമ്മളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ കാഴ്ച പരിമിതിയുള്ള വിജിമോൾ അത് ഈ പെൺകുട്ടിയുടെ തോളെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവർ നടന്നു പോകുന്നത്. അങ്ങനെയാണ് ആളുകൾ അവസാനം അവരെ കാണുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയതാണ് ഈ കാണുന്നത്. പിന്നെ കാണുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഈ വിജിമോളുടെയും ഈ ആൺകുട്ടിയുടെയും മൃതശരീരം മൂവാറ്റുപുഴ 6 പിറവത്ത് ചേർന്നുള്ള ഭാഗത്ത് പൊങ്ങിയതാണ് ആറ്റിൽ. മൃതദേഹത്തിൽ പരിക്കുകളൊന്നുമില്ല. അവരെടുത്തു. അപ്പോൾ ബാക്കി ഉള്ള തെരച്ചിലിൽ പിറ്റേന്ന് ശനിയാഴ്ച ഉച്ചയോടെ നാരായണൻ്റെ മൃതദേഹം കിട്ടി. ആ പെൺകുട്ടി ഹന്നമ്മളുടെ മൃതദേഹം കിട്ടിയിരുന്നില്ല. അത് ഇന്നലെ ഞായറാഴ്ച ഏതായാലും ആ മൃതദേഹം കൂടെ കണ്ടുകിട്ടി. അപ്പോൾ ഈ ഒരൊറ്റ മൃതദേഹത്തിലും പരിക്കുകളൊന്നുമില്ല. ഇവർ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളത് ഉറപ്പാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇവർ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചതിലും അവർ ഒരുപാട് ദേവാലയങ്ങളിലും എല്ലാം പോയി പ്രാർത്ഥിച്ചു. അമ്പലങ്ങളിലും ദേവാലയങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു. ഒരൊറ്റ ദൈവവും കണ്ണു തുറന്നില്ല.
അപ്പോൾ അവർ അവരുടെ ജീവിതം അടുത്തു, അന്ത്യം അടുത്തു, വേറെ മാർഗ്ഗമില്ല, കഴിയാനൊന്നുമില്ല, ആഹാരമില്ല. അവർക്ക് വസ്ത്രം ഇതുപോലെ നല്ല മനുഷ്യരായ പോലീസുകാർ ആ വസ്ത്രം വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ അവർക്കൊരു വാടക വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തെങ്കിലും ബാക്കി അവർക്ക് താമസിക്കാനുള്ള സാധനം എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. അപ്പോൾ അവർ നോക്കിയപ്പോൾ പിന്നെ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് നാരായണന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ അവസാനത്തെ മാർഗമായിട്ടുള്ള ഈ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പണം ഈ പള്ളികളിലൊക്കെ സാറിന് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം അത്രത്തോളം കൊടുക്കുന്നില്ല, അതിന് കാരണമുണ്ട്. കൊടുത്തുകൊണ്ടിരുന്നു. അത് ആ പണം കൊണ്ട് സമ്പാദിക്കുന്നതും അവരുടെ മൊത്തം വളരെ വലിയ സമ്പാദ്യം അതുമൂലം ഇടവകയ്ക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ആ വസ്തുക്കളൊക്കെ, സമ്പാദിക്കുന്ന വസ്തുക്കളൊക്കെ തോന്നിവാസം പോലെ വല്ലവനും എഴുതി കൊടുത്ത് ഇഷ്ടംമാതിരി കാശ് അടിക്കുന്ന ഒരിടപാട് നമ്മൾ കണ്ടു. കോടിക്കണക്കിന് രൂപയുടെ തിരിമറി കണ്ടിട്ടുള്ളതാണ്. എനിക്ക് കാണാൻ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ പുറത്തിറങ്ങിയതോടുകൂടി അതിപ്പോഴും കേസൊക്കെ കിടക്കുകയാണ്. ഏതായാലും ക്രിസ്ത്യൻ പള്ളികളിൽ വരുമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അതങ്ങ് മറന്നുപോകും ആളുകൾ. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ അവിടെ ഇത്രയും രൂപ കൊണ്ട് കൊടുത്തേക്കാവുന്നൊരു നേർച്ച അവിടെ കൊണ്ട് കൊടുക്കും. ഈ പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിക്കണ്ടേ? എന്നാൽ ഒരു നേർച്ച നിങ്ങൾ നേരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു പാവപ്പെട്ടവന്, അതായത് ഒന്നുമില്ലാതെ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട്, നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഒരു വൃദ്ധൻ എന്നാണ് നമ്മൾ കണ്ടു, എല്ലും തോലുമായിട്ട് മഴയത്ത് പട്ടിണിയാണ്, ഒന്നും കഴിക്കാനില്ല. അയാൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോയതാ വീട്ടിൽ നിന്ന്. അവിടെ അങ്ങ് വീണ് പോയി, അവിടെ നിന്ന് എഴുന്നേക്കാൻ വയ്യ, നമ്മൾ കണ്ടു. പിന്നെ ആ കൗൺസിലറുമൊക്കെ ഇടപെട്ട് ഏതായാലും അവരെ വൃദ്ധസദനങ്ങളിലാക്കി. അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഒരു മോനുണ്ട്, അയാൾ മാനസിക രോഗിയാണ്, മനോരോഗിയാണ്. അയാളെ അതുപോലെ ആശുപത്രിയിലുമാക്കി ഇവരെ കൊണ്ടുവന്നൊരു വൃദ്ധസദനത്തിലും താമസിപ്പിച്ചു, നമ്മൾ കണ്ടു. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോന്നേ? എന്തിനാ പള്ളിയിൽ പോന്നേ? ഇവിടെയൊക്കെ പണം കൊടുക്കുന്നത് എന്തിനാണ്? ഇതുപോലുള്ളവർക്ക് കൊടുത്താൽ പോരെ? ഈ നാരായണൻ്റെയും വിജിമോളുടെയും അവർക്ക്, ആ കുടുംബത്തിന്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കും ആ പണം കൊടുത്തിരുന്നെങ്കിൽ എത്രയോ ദൈവത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്കുണ്ടാകുമായിരുന്നു. ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആനുകൂല്യം കിട്ടത്തില്ലേ? ഇവിടെ ഈ വിജിമോളും നാരായണനും ഈ കുഞ്ഞുങ്ങളുമായിട്ടൊന്ന് അന്ന് എല്ലാ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് ആരെങ്കിലും, ഏതെങ്കിലും ദേവനോ ദൈവമോ കണ്ണു തുറന്നോ? ഇല്ല. അവരവസാനം പറഞ്ഞു കൊടുത്ത് കാണും നാരായണൻ്റെ അടുത്ത്, നീ ഇനി ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്തേരെന്ന്. അവർ ആത്മഹത്യ ചെയ്തു. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപയുടെ മുതലടിച്ചുകൊണ്ട് പോകുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. അയോധ്യയിലെ രാമക്ഷേത്രം നമ്മൾ കണ്ടു, മധുരയിലെ ക്ഷേത്രം നമ്മൾ കണ്ടു. അതൊന്നും വേണ്ട, നമ്മുടെ ശബരിമല കണ്ടു. സ്വർണം പൊതിഞ്ഞ്, ദൈവത്തിന് എന്തിനായി സ്വർണം? സ്വർണം പൊതിയേണ്ട കാര്യം ദൈവത്തിന് എന്താ ഉള്ളത്? ഈ സ്വർണം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഊറ്റിയെടുക്കാനുള്ള ആളുകളുണ്ട്. കള്ളന്മാർ ധാരാളമുണ്ട്, കൊള്ളക്കാരുണ്ട്. പണം എവിടെ വന്നാലും അവരെടുത്തുകൊണ്ട് പോകും. ഈ പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിലോ ഈ പണം? ഈ വിശ്വാസികളെന്ന് പറയുന്നവർക്ക് വിശ്വാസം, ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ പാവപ്പെട്ട ഒരുത്തനെ ഉണ്ടല്ലോ, ആ ഇരുട്ടിൽ നിന്നും, കുഴിയിൽ നിന്നും കൈ പിടിച്ച് കരയിലേക്ക് കയറ്റാൻ എന്തെങ്കിലും ചെയ്താൽ എത്രയോ നല്ലതായിരുന്നു. ഈ നാരായണൻ്റെയും വിജിമോളുടെയും ഈ കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ ഈ ദൈവങ്ങൾ കണ്ണ് തുറന്നിരുന്നു. ദൈവങ്ങൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, മനുഷ്യർ തന്നെയാണ്. നിങ്ങൾക്ക് കണ്ണ് തുറന്നിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതികേട് വരുമോ? ചിന്തിക്കണം.